നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം ജനുവരി 2-ന് തുറക്കുമെന്ന് റിപ്പോർട്ട്. കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയതിനെ തുടർന്നാണ് ജനുവരി 1 വെള്ളിയാഴ്ച അവസാനം വരെ കര, കടൽ, വ്യോമാതിർത്തികൾ അടച്ചിടാൻ തീരുമാനിച്ചത്. പിന്നീട് തുടരേണ്ടെന്ന് തിങ്കളാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. നാട്ടിൽ കുടുങ്ങിക്കിടക്കുന്നവരും നാട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നവരുമായ നിരവധി പേർക്ക് ആശ്വാസമാണ് ഈ പ്രഖ്യാപനം. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചിടാനുള്ള തീരുമാനം പ്രവാസികളിൽ സൃഷ്ടിച്ചത് വലിയ ആശങ്കയാണ്. തീരുമാനം നീണ്ടുപോകുമോ എന്നതായിരുന്നു ഇവരുടെ ആശങ്കയുടെ അടിസ്ഥാനം എന്നത്. സാഹചര്യങ്ങൾ വിലയിരുത്തി തുടർ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് അന്ന് പ്രഖ്യാപിച്ചത്. ബ്രിട്ടനിൽ കണ്ടെത്തിയ കോവിഡ് വൈറസിന്റെ പുതിയ വകഭേദം പടരുന്ന സാഹചര്യത്തിലാണ് കുവൈറ്റ് മുൻകരുതൽ നടപടികളുടെ ഭാഗമായി വിമാനത്താവളവും കര, കടൽ അതിർത്തികളും അടയ്ക്കാൻ തീരുമാനം അതിവേഗം കൈക്കൊണ്ടത്. അവധിക്ക് നാട്ടിൽ പോയ ആയിരക്കണക്കിന് പ്രവാസികളും വിവിധ അത്യാവശ്യങ്ങൾക്ക് ഉൾപ്പെടെ നാട്ടിൽ പോകാനിരുന്നവരുമാണ് ഈ പ്രഖ്യാപനത്തിലൂടെ പ്രയാസത്തിലായത്. UAE, തുർക്കി, എത്യോപ്യ, ബഹ്റൈൻ, ഖത്തർ ഉൾപ്പെടെ വിമാനത്താവളങ്ങളിൽ ക്വാറന്റീനിൽ കഴിഞ്ഞിരുന്നവരും ആശങ്കയിലായിരുന്നു. എത്ര ദിവസം ഇവിടെ തുടരേണ്ടി വരുമെന്നും ഒന്നും ഇവർക്കറിയില്ലായിരുന്നു. നാട്ടിലേക്ക് യാത്രയ്ക്ക് തയ്യാറെടുത്ത് വിമാന ടിക്കറ്റ് എടുത്ത നിരവധി പേരും പെട്ടെന്ന് വിമാന സർവീസ് നിർത്തിയതോടെ പ്രതിസന്ധിയിൽ ആവുകയായിരുന്നു. ഫോൺ കണക്ഷൻ വരെ റദ്ദാക്കി ഇവിടുത്തെ ഇടപാടുകളെല്ലാം തീർത്ത് യാത്രയ്ക്ക് തയ്യാറായവരും കുടുങ്ങുകയായിരുന്നു. മുറി ഒഴിഞ്ഞു കൊടുത്തവരുമുണ്ട്. കുറച്ചു ദിവസത്തേക്ക് സുഹൃത്തുക്കളുടെ കൂടെ കഴിഞ്ഞിരുന്നവർക്ക് ഇനി വരും ദിവസങ്ങളിൽ നാട്ടിലേക്ക് പോകാം. അടുത്ത ദിവസങ്ങളിൽ ടിക്കറ്റ് നിരക്ക് കൂടുതലാകാൻ സാധ്യതയും ഉണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.